ചില വ്യക്തികൾ പറയാറുണ്ട്, എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്, എന്നാൽ പ്രവൃത്തിയിലുണ്ടാകില്ല. രണ്ടും കൂടി ചേരുമ്പോഴാണ് വിശ്വാസം ആഴപ്പെടുക. ഉള്ളിലും വേണം, പ്രവൃത്തിയിലും വേണം. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, എൻ്റെ പ്രവൃത്തിയിൽ എൻ്റെ വിശ്വാസം കടന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ വിശ്വാസം ഏറ്റുപറയാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കർത്താവിൻ്റെ മാലാഖ ചെല്ലുന്ന സമയമാകാം, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്കൊന്ന് ശാന്തമാകാൻ, അല്ലെങ്കിൽ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് കെട്ടുമെന്ന് എഴുന്നേറ്റ് എങ്ങനെയാണ് നമുക്ക് ചിന്തിച്ചാൽ മതി. നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പോകണം, കുറച്ച് സമയം ഒന്ന് ശാന്തമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് ഒന്ന് പ്രാർത്ഥനയോടുകൂടി എഴുന്നേക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വചനം വായിക്കുന്നു, ആ വചനം വായിച്ചത് ഒന്ന് ഉരുവിട്ട് ആ ജീവിതം ഒന്ന് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ കേൾക്കുന്നത് പ്രവർത്തിക്കാൻ എനിക്ക് എപ്പോഴെങ്കിലൊക്കെ പറ്റുന്നുണ്ടോ? അതെൻ്റെ വാക്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ വിശ്വാസിയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിലും കൂടി എനിക്കത് കൊണ്ടുവരാൻ പറ്റണം. ഞാൻ ഈ കുർബാന കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോഴേക്കും വഴക്കും പിണക്കും ആണെങ്കിൽ അത് പ്രവൃത്തിയിലില്ല എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലുള്ള വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ആ അപ്പം നമ്മളോട് പറയുന്നത്, ദിവികാരൻ അതെന്താ പറയുന്നത്? മുറിക്കപ്പെടാനാണ്. നിനക്കിതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകും, നീ മുറിക്കണം. ഭർത്താവിൻ്റെ മുമ്പിൽ നീ മുറിക്കണം, ഭാര്യയുടെ മുമ്പിൽ നീ മുറിക്കണം, മക്കളുടെ മുമ്പിൽ നീ മുറിക്കണം. അതിനുവേണ്ടി, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീ ഇവിടെ ഇറങ്ങിത്തിരിക്കണേ. അതെനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ കാരുണ്യമാകാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കാരുണ്യമായിട്ട് മാറുമ്പോൾ ഞാൻ ദുഷ്ടത കാണിക്കുമ്പോൾ അതില്ലാതെ വരുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസം കടന്നു വരട്ടെ. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നീ മാറുകയുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.